At the end of every crime case, investigative officer are looking for the murderer going on a journey. ഇവിടെ ഈ യാത്രയിൽ എനിക്കൊപ്പം CI ഫർഹാനും ആംബുലൻസ് ഡ്രൈവർ അഖിൽ മാത്യുവും ഉണ്ട്. ഈ യാത്ര ലക്ഷ്യം കാണുമോ ഇല്ലയോ എന്ന് എനിക്കിപ്പോൾ പറയാനാകില്ല. പക്ഷേ ഈ യാത്രയുടെ അവസാനം കണ്ടെത്തേണ്ട ഉത്തരങ്ങൾ പ്രതീക്ഷിച്ച് ഒട്ടനവധി പേർ നഗരത്തിൽ കാത്തിരിക്കുന്നു. SP ഫെലിക്സിനെ പോലെയല്ല ജോഹാൻ സാർ. സാറിൻ്റെ ചോദ്യങ്ങളും ചോദിക്കേണ്ട രീതികളും എനിക്കിപ്പോൾ ഒരു പ്രതീക്ഷ തോന്നുന്നുണ്ട്. എന്നാലും ആൻ്റണിയെ കണ്ടുകിട്ടണ്ടേ? അവൻ എവിടെയാണെന്ന് ആർക്കറിയാം? എന്നാലും അവനത് ചെയ്യാൻ തോന്നിയല്ലോ. നമ്മൾ അച്ഛനമ്മമാരെക്കാളും അവന്മാരുടെ ഭാര്യമാരെക്കാളും എന്തിന് മക്കളെക്കാളും ജീവനായിരുന്നില്ലേ അവർക്കവൻ? എന്നിട്ടും വാട്ട് യു ഫീൽ അബൌട്ട് ഇറ്റ്? ജോഹാൻ സാറിൻ്റെ പെട്ടെന്നുള്ള ഈ യാത്രയോട് എനിക്ക് പേഴ്സണലി നോ ഫെലിക്സ്. ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. അയാൾ പോകുന്നതിന് തൊട്ട് മുൻപ് ഒരു കൺക്ലൂഷൻ പോലെ ഈ കേസിനെ കുറിച്ച് പറഞ്ഞത് താനും കേട്ടതല്ലേ? 18 ലോങ് ഇയേഴ്സ്. ഇതിനിടയിൽ ഒരുപാട് ഇൻസിഡൻറ്റുകൾ ഇവരുടെ ലൈഫിൽ സംഭവിച്ചു. 3 സുഹൃത്തുക്കളുടെ ഭാര്യമാരും കുട്ടികളും വീണ്ടും അവരുടെ ലൈഫിലേക്ക് മടങ്ങി വന്നു. ഗ്രാജുവലി ഇവരുടെ പിണക്കവും പതിയെ പതിയെ മാറി തുടങ്ങി. എങ്കിലും ഇവർ തങ്ങളാൽ കഴിയുന്ന വിധം ആൻ്റണിയെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ഒപ്പം സാജനും അലക്സും. ഇനി എവിടെ പോയി അന്വേഷിക്കും അവനെ? എല്ലാത്തിനും കാരണക്കാർ അവളുമാരാ. എന്നിട്ടിപ്പോ അതങ്ങനെയാടാ. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടായാൽ നമുക്ക് ഭാര്യമാരുടെ എത്ര ശത്രുത തോന്നിയാലും നമ്മളെയും ഭാര്യമാരെയും കൂട്ടിക്കിടക്കുന്ന ഒരു ഘടകമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ. പക്ഷേ അവൻ ഈ ലോകത്തിൻ്റെ ഏത് കോണിലുണ്ടെങ്കിലും നമ്മളവനെ കണ്ടെത്തിയിരിക്കും. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആൻ്റണി എവിടെ എന്നതിനെക്കുറിച്ച് അവർക്കൊരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അന്ന് പോലീസും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ആൻ്റണിയുടെ മിസ്സിംഗ് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിരുന്നു. എ ഫ്യൂ ഇയേഴ്സ് ഹാവ് പാസ്ഡ്. ആൻ്റണിയുടെ അമ്മ ക്യാൻസർ വന്ന് മരിച്ചപ്പോഴും സാജൻ ഒരു വർഷം മുൻപ് ആക്സിഡൻറ്റിൽ മരിച്ചപ്പോഴും ആൻ്റണി വരുമെന്ന് ഇവർ പ്രതീക്ഷിച്ചെങ്കിലും ഹി ഡോണ്ട് കം ബാക്ക്. കട്ടപ്പന കഴിഞ്ഞാൽ യാത്ര ജീപ്പിലായിരിക്കും. അഖിൽ നല്ലൊരു ജീപ്പ് ഡ്രൈവർ കൂടിയാണെന്നാണ് അരവിന്ദ് പറഞ്ഞത്. താൻ ഓക്കെ ആണല്ലോ അല്ലേ? ഞാൻ ഓക്കെയാണ് സാർ. മരുമക്കളുടെ തീരുമാനങ്ങൾ നിങ്ങൾ രണ്ടുപേരും അറിഞ്ഞല്ലോ അല്ലേ? ആൻ്റണിയെ കണ്ടെത്തി അവന് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടേ അവർ ഇനി നമ്മുടെയൊക്കെ വീടുകളിലേക്ക് മടങ്ങുകയുള്ളൂ എന്നാണ് അവരുടെ തീരുമാനം. അവർ എന്തോ തീരുമാനിക്കട്ടെ, പക്ഷേ അവർക്കൊപ്പമുള്ള കുട്ടികൾ അവർ നമ്മുടെ പേരക്കുട്ടികളാണ്. അത് മറക്കാതിരുന്നാൽ കൊള്ളാം. മരുമക്കളും അവരുടെ മാതാപിതാക്കളും. ഇനി ഈ ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയിൽ വലിയ ഒരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അന്ന് ബേക്കറി വാങ്ങാൻ സാജന് ഈ 4 പേരും ചേർന്ന് വലിയ ഒരു തുക സംഘടിപ്പിച്ച് കൊടുത്തിരുന്നു. ഈ തുക ഇവർ എങ്ങനെ സംഘടിപ്പിച്ചു? ഇതിന് ഇവർ എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ എന്താവും അന്ന് സംഭവിച്ചത്? ആ ഇൻസിഡൻറ്റും ഈ കൊലകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിനെക്കുറിച്ച് അറിയാവുന്ന 5 പേർ. അതിൽ ഒരാൾ ആക്സിഡൻറ്റിൽ മരിക്കുന്നു. ബാക്കി 3 പേർ ബ്രൂട്ടലായി കൊല ചെയ്യപ്പെട്ടു. മറ്റൊരാൾ മിസ്സിങ്ങുമാണ്. കൂടാതെ സെബാൻ എന്ന സെബാസ്റ്റ്യന് ഈ കേസിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതിനെക്കുറിച്ചും അന്വേഷിക്കുന്നു. ഇതിപ്പോൾ SP-യും CA-യും ആ IPS-കാരി പെങ്കൊച്ചനെയും കൂടാതെ ഒരു റിട്ടയേർഡ് IPS ഓഫീസർ കൂടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കൊപ്പം ഉണ്ടല്ലോ. ജോഹാൻ ജോൺ, അത് തന്നെ അങ്ങേരുടെ പേര്. അങ്ങേരുടെ ഓരോ തൊലിഞ്ഞ ചോദ്യങ്ങൾ. നീ പിന്നെ ഫോൺ വെച്ചോ, ജോർജ് സാർ ഇങ്ങോട്ട് വരുന്നുണ്ട്. അരവിന്ദനെ അഖിലിന് വളരെ നേരത്തെ പരിചയമുണ്ടോ? ഉണ്ട് സാറേ. നീ പേടിക്കാറോ സബാനെ?
ഞങ്ങളൊക്കെ എപ്പോഴും ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇല്ലേ? ഇതിപ്പോൾ നീ പറഞ്ഞ പോലെ ജോഹാൻ സാർ കൂടി ഈ ടീമിലുണ്ടെങ്കിൽ പേടിയൊന്നുമില്ല സാറേ. ഇതിനേക്കാളും വലിയ കേസുകൾ വന്നിട്ട് ഞാൻ പേടിച്ചിട്ടില്ല. പിന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ ഈ ജോഹാൻ സാർ. നീ ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടില്ല എങ്കിൽ നീ പേടിക്കണ്ട. പക്ഷെ ഇൻവോൾവ് ആണെങ്കിൽ അന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് തരാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നുമാണ് എനിക്ക് ഇത്രയും അറിയാൻ സാധിച്ചത്. രേഖാചിത്രം വരയ്ക്കുന്നവരിൽ നിന്നും ഫേസ് ട്രാൻസ്പ്ലാന്റേഷൻ വിദഗ്ധരിൽ നിന്നും ഞങ്ങൾ ആൻ്റണിയുടെ പഴയ രൂപത്തിൽ നിന്നും ഇപ്പോഴത്തെ ആൻ്റണിക്ക് എന്തെല്ലാം തരത്തിലുള്ള രൂപമാറ്റം സംഭവിക്കാം എന്നതിനെക്കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി. ആണെങ്കിൽ നീ കൊടുക്കും, അല്ലെങ്കിൽ ആ ജോഹാൻ നിന്നെ കൊടുക്കും. നിന്റെ ബോസിനോ ഞങ്ങൾക്കോ നിന്നെ രക്ഷിച്ചെടുക്കാനാവില്ല എന്ന് വരും. 30 രീതിയിൽ ഇപ്പോഴത്തെ ആൻ്റണിയെ ഞങ്ങൾ വരച്ചു നോക്കി. ഈ വരച്ച ഫോട്ടോകളുമായാണ് കേരളത്തിലെ 14 ജില്ലകളിലെയും അതത് സ്റ്റേഷനിലെ ഓരോ എസ്ഐമാരെയും ഓരോ കോൺസ്റ്റബിൾമാരെയും വിട്ടത്. അതിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്ക് ഇടുക്കിയിലെ കട്ടപ്പനയിൽ ആൻ്റണിയുമായി വളരെയേറെ രൂപസാദൃശ്യമുള്ള ഒരാൾ ഉണ്ട് എന്നുള്ള വിവരം കിട്ടിയത്. വഴി ഇവിടെ അവസാനിച്ചല്ല സാറേ, ഇനി ജീപ്പ് പോവില്ല. ജീപ്പ് ഇവിടെ സൈഡിലോട്ട് നിർത്തിക്കോളൂ അഖിൽ. ഇനി എനിക്കും ഫർഹാനും നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ. അഖിൽ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അഖിലിനെ ഫോണിൽ വിളിച്ചോളാം. ഓക്കെ, ശരി സാർ. ദീപക് വിശ്വാസ്, ആസാം സ്വദേശി, കൃഷ്ണൻ്റെ തോട്ടത്തിലെ ജോലിക്കാരൻ. ഭാര്യയും മക്കളും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. കൃഷ്ണൻ്റെ ഈ വീട്ടിൽ അയാൾക്കൊപ്പം താമസം. അധികം ആരോടും സംസാരിക്കാത്ത പ്രകൃതം. ഇനി യഥാർത്ഥ പേര് ആൻ്റണി. അച്ഛൻ ആൻഡ്രൂസ്, അമ്മ ആനി. കേരള പോലീസ് കഴിഞ്ഞ 24 ദിവസമായി അന്വേഷിക്കുന്ന 3 മർഡർ കേസിലെ പ്രതി. ആൻ്റണി, നിന്നെക്കുറിച്ചുള്ള സകല കാര്യങ്ങളും അറിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഈ വരവ്. അതുകൊണ്ട് കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കണ്ട. സത്യസന്ധമായിട്ടായിരിക്കണം നിന്റെ ഓരോ മറുപടികളും. ഇനി നിനക്ക് പറഞ്ഞു തുടങ്ങാം ആൻ്റണി.